ഈ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ കിടക്കുന്നതാ? എക്സ് സ്ക്വയർ കാണും അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഈ രൂപത്തിലായിരിക്കും ആര് കിടക്കുന്നത്? സെക്കൻഡ് ഡിഗ്രി കിടക്കുന്നത്. അതാണ്. ഇനി ഇതില് സി കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബി കണ്ടുപിടിക്കാൻ തരും? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. സി കണ്ടുപിടിക്കാൻ തരും അല്ലെങ്കിൽ ബി കണ്ടുപിടിക്കാൻ തരും. ഇത് മനസ്സിലാക്കണം. ഇതിനെയാണ് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബി കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് സി കണ്ടുപിടിക്കുന്നത്? സി കണ്ടുപിടിക്കുന്നത് ബി എന്താണോ, അതിന്റെ വേരിയബിൾ ആണ്, എക്സ് അല്ല, വേരിയബിൾ. ബി എന്താണോ തന്നിട്ടുള്ളത് അതിന്റെ പകുതി എടുക്കുക. ബിയുടെ പകുതി എടുക്കുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക. ഇപ്പോൾ എന്ത് കിട്ടും? നമുക്ക് സി കിട്ടും. കണ്ടോ? എക്സാമ്പിൾ പറഞ്ഞാൽ 3x² പ്ലസ് 4x പ്ലസ് ഡാഷ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. കണ്ടോ? അപ്പൊ നിങ്ങള് ഇതേത് സാധനമാ? ഇത് ax², ഇത് bx. ഇതാരാ? സി അല്ലേ? സി കാണാൻ എന്ത് വേണം? എക്സിന്റെ കൂടെയുള്ള വേരിയബിൾ ആരാ? 4. 4ന്റെ പകുതി ആരാ? 4ന്റെ പകുതി അതിന്റെ സ്ക്വയർ. അപ്പം 4ന്റെ പകുതി ആരാ? 2. 2ന്റെ സ്ക്വയർ ആരാ? 4. അപ്പൊ സിയുടെ സ്ഥാനത്ത് ആര് വരും? 4. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ഒന്ന് പറ, എത്രയായിരിക്കും? 6ന്റെ പകുതി അതിന്റെ സ്ക്വയർ എത്ര വരും? 6ന്റെ പകുതി എത്ര? 3. 3ന്റെ സ്ക്വയർ എത്ര? 9. അപ്പൊ ഇവിടെ എത്ര വരും? സെറ്റായോ? സെറ്റായോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇതേ രീതിയിൽ എടുത്തിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും തരും, എന്നിട്ട് ബി കണ്ടുപിടിക്കാൻ പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബി എങ്ങനെയായിരിക്കും കാണുന്നത്? 9ന്റെ എന്ത് കാണണം? 9ന്റെ റൂട്ട്. 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആരാ? 3. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇൻറ്റു 2 ഇൻറ്റു ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാ ബി കാണണമെങ്കിൽ സിയുടെ റൂട്ട് കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. ഇത് ചെയ്താൽ ബി. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഇത് രണ്ടും മനസ്സിലാവും. അപ്പൊ ഇതൊന്ന് നോക്കാം നമുക്ക്. 2x² പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് എക്സ് പ്ലസ് 16. പറഞ്ഞേ, വേരിയബിൾ പറ. ബി എന്തായിരിക്കും? റൂട്ട് 16 അല്ലേ? 16ന്റെ റൂട്ട് 4. 4ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം, 8. ആൻസർ ഈസ് 8. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്ന് എഴുതിയെടുക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. An isosceles triangle like the one shown below must be made. Isosceles triangle ആണ് കൊടുത്തിട്ടുള്ളത്. The height must be 2 meter less than the base and the area should be 12 square meter. Height must be 2 meter less than the base. Okay. Question. Height എത്ര മീറ്റർ കുറവാണെന്ന്? 2 മീറ്റർ. ആരേക്കാളും? ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. ഇത് ലോജിക്കില് മനസ്സിലാക്കേണ്ടതാണ്. ആരുടെ പരിപാടി? നിങ്ങളുടെ പരിപാടി അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞേ ബേസിനെ. അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കും? ഇന്നലെ പഠിച്ചതല്ലേ? എക്സ് അല്ലെ? ബേസിനെ എക്സ്, ഹൈറ്റിനെയോ ബേസിനേക്കാളും 2 കുറവ്. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 2. ഇനി അവരെന്താ തന്നിട്ടുണ്ട്? And the base area should be 12 square meter. ഏരിയ എത്ര തന്നിരിക്കുന്നു? 12 സ്ക്വയർ മീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റും
ബേസും ഉണ്ടെങ്കിൽ ഏരിയയുടെ ഇക്വേഷൻ എന്താ? വെരി ഗുഡ്. ഹാഫ് ബി എച്ച്. ഹാഫ് ബി എച്ച് ആണ് അവർ തന്നിരിക്കുന്നത്. എത്ര? 12 അല്ലേ? അപ്പൊ നോക്കിയേ, ഈ ഹാഫ് അങ്ങ്, ഈ ഹാഫില്ലേ, ഈ ഹാഫിന്റെ ഇവിടെ ബൈ അല്ലേ 2, ഈ 2 അങ്ങ് അപ്പുറം പോകുമ്പോ എന്താകും? ബി എച്ച് ഇസ് ഈക്വൽ ടു 12. ഡിവിഷൻ അപ്പുറം പോകുമ്പോ എന്താകും? മൾട്ടിപ്ലിക്കേഷൻ ആകും. കണ്ടോ? അപ്പൊ 12 into 2 എന്താകും? 24. ബി എച്ച് എന്ന് പറയുന്നത് എന്താണ്? 24. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ബി എന്ന് പറഞ്ഞ ആരാണ്? എക്സ്. ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ ആരാണ്? എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു എത്ര വരും? 24. മനസ്സിലായോ? മനസ്സിലായോ? ഇനി എന്താ ചെയ്യണം? ഈ വെളിയിൽ കിടക്കുന്ന എക്സ് കൊണ്ട് വീടിനകത്തുള്ള ഓരോരുത്തരെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എന്താ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു 2 എന്താ? 2x ഇസ് ഈക്വൽ ടു 24. ഇപ്പൊ ഏത് രൂപത്തിലോട്ടായി? സ്ക്വയർ കംപ്ലീഷനിലോട്ട് വന്നില്ലേ? ഇനി ആരെ കാണണം? സി വേണ്ടേ? വേണ്ടേ? അപ്പൊ എങ്ങനെ ചെയ്യും? സി 2ന്റെ എക്സ് സ്ക്വയർ മൈനസ് 2x. 2ന്റെ പകുതി എത്ര? 1. 1ന്റെ സ്ക്വയർ എത്ര? 1. അപ്പൊ എന്ത് വരും? +1. അപ്പുറത്തും ഇവിടെ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് അപ്പുറത്തും കൊടുക്കണം. അപ്പൊ ആരാ? +1. മനസ്സിലായ? ഇവിടെ +1, സിക്ക് +1 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഇവിടെ ലെഫ്റ്റിൽ എന്ത് കൊടുക്കുന്നോ അത് എവിടെ കൊടുക്കണം? റൈറ്റിൽ കൊടുക്കണം. കേട്ടോ? അപ്പൊ ഇവിടെ എന്തായി? 24 + 1. ഇനി നോക്കി ഇതിന്റെ ചുരുക്ക രൂപം. ചുരുക്കിയേ. എക്സിന്റെ റൂട്ട് എക്സ് മൈനസ് ആദ്യം വന്നതുകൊണ്ട് മൈനസ് 1ന്റെ റൂട്ട് 1. അപ്പൊ എന്ത് വന്നു? എക്സ് മൈനസ് 1 സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി 24 + 1 24. സ്ക്വയർ അപ്പുറം പോകുമ്പോ റൂട്ട് 20. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5. ഉണ്ടോ? ഇതെല്ലാം അതേപോലെ കൊടുക്കണം കേട്ടോ. x is equal to 5 മൈനസ് 1 അപ്പുറം പോകുമ്പോ +1. That is 6. അപ്പൊ ബേസ് എന്ന് പറഞ്ഞ എത്രയാണ്? 6. ഹൈറ്റ് എന്ന് പറഞ്ഞ എത്രയാണ്? 6 - 2 സിമ്പിൾ. സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ശരി, റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അത് 1 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ, അതിലൊരെണ്ണം 1 സെന്റിമീറ്റർ കുറവാണ്. ദാൻ twice the side of perpendicular to it. പെർപെൻഡിക്കുലർ. അപ്പം ഒരു സൈഡ്, അപ്പം പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് വേറൊരു സൈഡിന്റെ ടോയ്സിൽ നിന്ന് 1 കുറവെന്ന. അപ്പം ആ ഒരു സൈഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുത്താൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ആളാണ് ആര്? പെർപെൻഡിക്കുലർ. ഇതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ആരാ? 2x. അതിൽ നിന്ന് എത്ര കുറയ്ക്കുന്നത്? 1 കുറയ്ക്കുന്നു. ഇത്രേ ഉള്ളൂ കാര്യം. അതാണ് പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ അടുത്തതോ? ഹൈപ്പോട്ടീനിയസ് എന്ന് പറയുന്നത് is 1 സെന്റിമീറ്റർ longer than the twice the length of this side. ഈ സൈഡിൽ നിന്ന് ടോയ്സിൽ നിന്ന് 2x, അതിൽ നിന്ന് +1. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. എന്നിട്ട് ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ? ലോങ്ങർ ദാൻ, ടോയ്സ്, ട്രിബിള്, ലെസ് ദാൻ, ഇതൊക്കെ മനസ്സിലാക്കണം. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്കിവിടെ ബേസ് കിട്ടി. ബേസ് എത്ര? എക്സ്. ഹൈപ്പോട്ടീനിയസ് കിട്ടി. ഹൈപ്പോട്ടീനിയസ് എത്ര? 2x + 1. ഓൾട്ടിറ്റ്യൂഡ് കിട്ടി 2x - 1. ഇനി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, പൈതഗോറസ് തിയറം. എന്തോ ഇക്വേഷൻ? ഹൈപ്പോട്ടീനിയസ് കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടീനിയസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഇവിടെ ഹൈപ്പോട്ടീനിയസ് ആരാ? 2x + 1 സ്ക്വയർ കൊടുക്കുന്നു. ബേസ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാലോ 2x - 1. രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ഒരെണ്ണത്തിന് ബ്രാക്കറ്റ് വേണ്ട, രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ 2x - 1 കൂടി വരുന്നു. അവരൊരു വീട്ടിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടാ. അല്ലെങ്കിൽ വേർതിരിച്ച് ചെയ്യും. -1നെ അങ്ങ് വേർതിരിക്കും.
അപ്പോൾ അവർ രണ്ടുപേരും ഒരു വീട്ടിലാണെന്ന് മനസ്സിലാക്കും. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ഇക്വേഷൻ a + b ഹോൾ സ്ക്വയർ. ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ അല്ലേ? എന്താ ഇക്വേഷൻ? a + b ഹോൾ സ്ക്വയർ is equal to a square plus b a square plus 2ab plus b square. അങ്ങനെയാണെങ്കിൽ a minus b ഹോൾ സ്ക്വയർ a square minus 2ab plus b. ഇത് തമ്മിൽ ഒരു മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ. മൈനസ് വന്നാൽ ആദ്യം മൈനസ് കൊടുക്കുക, ഇതേ ഉള്ളൂ. ഈ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രിയിൽ മസ്റ്റായിട്ട് പഠിക്കണം, ഈ രണ്ട് ഇക്വേഷൻ. അതേപോലെയല്ലേ ഇത് കിടക്കുന്നത്? ഇതേതാ? a + b ആണോ a - b ആണോ? a + b. അതേപോലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. 2x square plus 2 into 2x into 1 plus 1 square is equal to x square അതേപോലെ കൊടുക്കുന്നു. പ്ലസ് വീണ്ടും ഇവരെ എക്സ്പാൻഡ് ചെയ്യുന്നു. 2x square minus 2 into 2x into 1 minus 1 square അല്ല 1 plus 1 square. ക്ലിയർ അല്ലേ? ഇതാ 2x square. 2x square എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എന്താ? 4. എക്സിന്റെ സ്ക്വയർ എന്താ? x square പ്ലസ് 2 into 2 എന്താ? 4. 4 into 1 4. അപ്പം 4x പ്ലസ് 1ന്റെ സ്ക്വയർ 1 is equal to x square അതേപോലെ കൊടുക്കുന്നു. പ്ലസ് ഇവിടെയും 2x square. 2ന്റെ സ്ക്വയർ എന്താ? 4. എക്സിന്റെ സ്ക്വയർ എന്താ? x square. ഈ ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കണം കേട്ടോ എടുക്കുമ്പോൾ. മൈനസ് 2 into 2 എന്താ? 4. x ഉണ്ട് 4x പ്ലസ് 1ന്റെ സ്ക്വയർ 1. ഇവിടെ നോക്കിയേ, is equal to അപ്പുറവും ഇപ്പുറവും പ്ലസ് ഉണ്ടെങ്കിൽ ആ പ്ലസ്സുകളെ നമുക്ക് വെട്ടിക്കളയാം. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെട്ടണം. അപ്പോൾ ആ സമയം അങ്ങ് ലാഭിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതെന്താവും? ഒരു ഐഡിയ വേണം. പ്ലസ് ഇപ്പുറം വന്നാൽ എന്താവും? മൈനസ്. മൈനസ് വന്നാൽ ഓപ്പോസിറ്റ് സൈനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, 4x square അല്ലേ? ഇങ്ങോട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡൗട്ട് വരും. 4x square 4x plus 1 പ്ലസ് എക്സ് ഇവിടെ ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x ഇപ്പുറം വരുമ്പോൾ 4x square മൈനസ് 4x ഇപ്പുറം വരുമ്പോൾ പ്ലസ് 4x പ്ലസ് 1 ഇപ്പുറം വരുമ്പോൾ മൈനസ് 1. എല്ലാത്തിൻ്റെ ഈക്വലിന്റെ ഇപ്പുറം ചാടിച്ചില്ലേ? അപ്പുറത്ത് ആരുണ്ട്? ആരുമില്ല, 0. സെറ്റല്ലേ? സെറ്റ്. ഇനി നോക്കിയേ, 4x square 4x square ഓപ്പോസിറ്റ് സൈനുകളല്ലേ? ഇവിടെ പ്ലസും ഇത് മൈനസും അല്ലേ? വെട്ടും. 4xും 4xും വെട്ടാൻ പറ്റുമോ? ഒരേ സൈൻ. പ്ലസ് 1ഉം മൈനസ് 1ഉം വെട്ടാം. വെട്ടിയില്ലേ? ഇനി നോക്കി ഒന്ന് എഴുതിയേ, 4xും 4xും എന്ത് വരും? 8x മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇവിടം വരെ മനസ്സിലായോ? സെക്കൻഡ് ഡിഗ്രി ആണോ? സെക്കൻഡ് ഡിഗ്രി ആണോ? അല്ല. സെക്കൻഡ് ഡിഗ്രി ആക്കണമെങ്കിൽ എന്ത് വേണം? എക്സ് സ്ക്വയർ ഇപ്പുറം വരണം അല്ലേ? എക്സ് സ്ക്വയറിന് ഇപ്പുറം എടുത്ത് ചെയ്യണം. അപ്പൊ ഇതൊന്ന് എഴുതിയെടു. ഇതേ നമ്മള് ഇവിടെ നിന്ന് എഴുതുന്നു. 8x square മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇത് സെക്കൻഡ് ഡിഗ്രി ആകണമെങ്കിൽ നമ്മൾ പഠിച്ചു എക്സിന്റെ പവറായിട്ട് ആര് വരണം? 2 വരണം. അപ്പൊ ഇയാൾ ആദ്യം എഴുതണം. ഇതിലെ സെക്കൻഡ് ഡിഗ്രി ആവും. എവിടെയെങ്കിലും കിടന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇയാൾ ആദ്യം എഴുതുന്നു. അപ്പൊ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 8x ഇസ് ഈക്വൽ ടു 0. അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി എന്നേ ഉള്ളൂ. ഇനി നോക്കിയാൽ മൈനസ് ഫ്രണ്ടിൽ കിടക്കുന്ന രസമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ വേണം? നമുക്ക് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള അകത്തോട്ടൊരു ചവിട്ട്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസിന് അകത്തോട്ട് ചവിട്ടുമ്പോൾ മൈനസ് 8x ഇസ് ഈക്വൽ ടു ഇപ്പൊ എന്ത് കിട്ടി? സെക്കൻഡ് ഡിഗ്രി കിട്ടിയില്ലേ? ഇനി എന്ത് വേണം നമുക്ക്? സി വേണ്ടേ? സി വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പഠിച്ചത് 8ന്റെ പകുതി എടുത്തിട്ട് സ്ക്വയർ. അപ്പം എക്സ് സ്ക്വയർ മൈനസ് 8x ഇതിന്റെ പകുതി എത്ര? 4. 4ന്റെ സ്ക്വയർ എത്ര? പ്ലസ് 16. ഇവിടെ എന്ത് കൊടുക്കണം? അത് അപ്പുറത്ത് കൊടുക്കണ്ടേ? അപ്പം 0ത്തിന്റെ കൂടെ ആരെ കൂട്ടണം? പ്ലസ് 16. ലെഫ്റ്റ് കൊടുക്കുന്ന എപ്പോഴും റൈറ്റിലും കൊടുക്കണ്ടേ? ക്ലിയർ അല്ലേ? ഇനി നോക്കി എന്ത് വരും? ചുരുക്ക രൂപം. ഇനി എന്ത് രൂപം? ചുരുക്ക രൂപം. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എന്താ? എക്സ് മൈനസ് അല്ലേ ആദ്യം? മൈനസ്. 16ന്റെ റൂട്ട് എന്താ? 4. എക്സ് മൈനസ് 4 ദ സ്ക്വയർ 16. സ്ക്വയർ അപ്പുറം പോകുമ്പോൾ എന്താകും? റൂട്ട് 16 എത്ര തന്നെ? 4. എക്സ് മൈനസ് 4 അതേപോലെ കൊടുക്കുന്നു അല്ലേ? അതിനുശേഷമോ എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 4 അപ്പുറം പോകുമ്പോൾ പ്ലസ് 4. ആൻസർ ഈസ് 8. അപ്പൊ ബേസ് അപ്പൊ എത്ര ആയിരിക്കും? 8 ആയിരിക്കും. ബേസ് ഇത് എഴുതി വെക്കണം ലാസ്റ്റ്. എക്സ് ഇസ് ഈക്വൽ ടു 8. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടിറ്റ്യൂഡോ
ഓൾട്ടിറ്റ്യൂഡ് എത്ര 2x minus 1 2 into 8 minus 1 that is 16 minus 1 15 അപ്പോൾ ഹൈപ്പോട്ടീനിയസോ 2x plus 1 2 into 8 plus 1 that is 16 plus 1 17 എല്ലാം കിട്ടിയില്ലേ ക്ലിയർ അല്ലേ